കുറേ ദിവസം കഴിഞ്ഞ് ഇയാൾ ഈ എടുത്തു വെച്ച കള്ളനാണയങ്ങൾ എണ്ണി നോക്കുമ്പോൾ വലിയൊരു സംഖ്യ ഉണ്ടത്. അപ്പോൾ അയാൾ ആ നാണയങ്ങളെല്ലാം എടുത്ത് ദൂരേക്ക് കൊണ്ടുപോയിട്ട് വലിയൊരു കല്ല് കെട്ടിയത് പുഴയിലേക്ക് താഴ്ത്തണം. ഈ സമയത്ത് അയാൾ പടച്ചോനങ്ങനെ ഓർക്കണം, ഈ ചൂണ്ടലിടുന്ന സമയത്തെ മീനുകൾ എന്തിനാണ് വേഗം പോയി ചൂണ്ടയിൽ കൊത്തുന്നത്? പുഴയിൽ പട്ടിണിയായതുകൊണ്ടാണോ? അതാണ് വാചകം. അല്ല. പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെയാണ്. ചില തെറ്റുകളിലേക്ക്, ചില തിന്മകളിലേക്ക് മനുഷ്യൻ ആപതിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരം. ആ വികാരത്തിലൂടെ പിടിച്ചിട്ടാണ് കയറിപ്പോകുന്നത്. അതൊരു കൊളുത്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ മനുഷ്യൻ്റെ മുമ്പിൽ തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന പലതും വരുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടുമ്പോൾ നമ്മളതിലേക്ക് ആപതിച്ചു പോകും. പക്ഷെ അവിടെ ആ ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മനുഷ്യനാണ്, ഇപ്പോൾ ഒരു കാട്ടിൽ എപ്പോഴും പച്ചിലകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. അവിടെ വാടിയിലകൾ ഉണ്ടാവും, കരിഞ്ഞിലകൾ ഉണ്ടാവും, പഴുത്ത് പാകമായി വീഴാൻ നിൽക്കുന്ന ഇലകളുണ്ടാവും. ഓക്കെ. മനുഷ്യനാണ് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല. മനുഷ്യനിൽ തിന്മകളും ഉണ്ടാവും. പക്ഷെ ആ തിന്മകളെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്, അവിടെയാണ് ഒരാൾക്ക് ഏറ്റവും അധികം സക്സസ് ആവാൻ പറ്റുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരൊറ്റ ഒരു ചെറിയൊരു കഥ കൂടി ചേർത്ത് വെക്കാം. ഒരു നല്ല കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു, ആളുകളേറ്റവും നന്നായിട്ട് പെരുമാറുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഓരോ സാധനങ്ങൾ വാങ്ങി ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ ദിവസം അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇങ്ങനെ അന്ന് ക്യാഷ് എണ്ണി നോക്കുന്നതിനിടയിൽ കള്ളനോട്ടുകൾ കിട്ടും, കള്ളനാണയങ്ങൾ ഇടയ്ക്ക് കിട്ടും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അതെടുത്ത് വേറെ സ്ഥലത്തോടെ മാറ്റി വെക്കും. ആരതൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ പിന്നാലെ പോവില്ല, അതെടുത്ത് വെക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കള്ളനാണയത്തിൻ്റെ എണ്ണം കൂടി വന്നു. കുറേ ദിവസം കഴിഞ്ഞ് ഇയാൾ ഈ എടുത്തു വെച്ച കള്ളനാണയങ്ങൾ എണ്ണി നോക്കുമ്പോൾ വലിയൊരു സംഖ്യ ഉണ്ടത്. അപ്പോൾ അയാൾ ആ നാണയങ്ങളെല്ലാം എടുത്ത് ദൂരേക്ക് കൊണ്ടുപോയിട്ട് വലിയൊരു കല്ല് കെട്ടി അത് പുഴയിലേക്ക് താഴ്ത്തണം. ഈ സമയത്ത് അയാൾ പടച്ചോനങ്ങനെ ഓർക്കുകയാണ്, ഒഴിവാക്കിയിട്ട് പറഞ്ഞു, ഈ നാണയങ്ങൾ വേറൊരാൾക്ക് കൊടുത്താൽ എനിക്ക് പറ്റിക്കാം. അതെ. പക്ഷേ എനിക്ക് തന്ന ആളുകൾ ആരൊക്കെയാണോ നോക്കിയിട്ട് അവരെയും കണ്ടെത്തിയിട്ട് ഇതാക്കാം. അതൊന്നും ഞാൻ ചെയ്യാതെ ഞാൻ ഈ കള്ളനാണയങ്ങൾ ഒഴിവാക്കണം. ഇതുപോലെ കുറേ കള്ളനാണയങ്ങൾ എൻ്റെ ലൈഫിലുണ്ടല്ലോ റബ്ബേ. നിന്നെ പറ്റിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കള്ളനാണയങ്ങളൊന്നും വെളിച്ചത്ത് കൊണ്ടുവരാതെ എന്നെ കാത്ത് രക്ഷിക്കുന്നുണ്ടല്ലോ നീ. ഒരാളുടെ മുന്നിലും അത് പ്രകടിപ്പിക്കാതെ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലുള്ള കള്ളനാണയങ്ങളെ നീ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ എനിക്ക് കിട്ടിയ വേറെ ആട് ഇത് ഞാൻ അതുപോലെ തന്നെ അവഗണിച്ച് തള്ളുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നമ്മളുടേതായ തെറ്റുകളുടെ കാര്യത്തിൽ തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുന്നത്. പക്ഷെ വേറെ ആളുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടി വന്നാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒരാളുടെ മുമ്പിൽ തെറ്റ് പറ്റിയതിൻ്റെ പേരിൽ വേറെ ആളുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പം ആ തെറ്റുകളൊക്കെ തല കുനിക്കാതെ നമ്മളെ കാത്ത് രക്ഷിക്കുന്നത് പടച്ചോനാണ്. അപ്പോൾ ആ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ തല കുനിക്കുക, അത് നമുക്ക് അപമാനമല്ല, അത് അഭിമാനമാണ്. പടച്ചോൻ്റെ മുമ്പിൽ തല കുനിക്കാൻ കഴിയുക. തീർച്ചയായിട്ടും ഈ ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ ഈ സമയത്ത്, ഞാനത് തുടങ്ങി വെച്ച മുതൽ ഇടുന്നിട്ടുള്ള ഒരു ത്രെഡ്, ഒരു കണക്ഷൻ ഒരു വഴിയായിട്ട് കിട്ടിയായിരിക്കും. സലായിക്കാൻ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആളുകൾ എന്തായാലും നമ്മൾക്കൊക്കെ വന്ന് പെടാറുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ നിർബന്ധമാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് വരാം. അവിടെ നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ അത് ഏറ്റു പറയുന്നതിലും തലകുനിക്കുന്നതിലുമാണ് നമ്മുടെ അഭിമാനബോധം ഉണരേണ്ടത് എന്ന് തന്നെയാണ് വലിയൊരു മെസ്സേജാണ് മാഷാ അല്ലാഹ് ഇന്നത്തെ ചിന്ത നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്.